PM ശ്രീ പദ്ധതിക്കായുള്ള സ്കൂളുകളുടെ പട്ടിക കേന്ദ്രത്തിന് കൈമാറേണ്ട എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഉള്ളത്. കേന്ദ്രത്തിന് പ്രപ്പോസൽ സമർപ്പിച്ചത് SSK ഫണ്ടിനായി മാത്രമാണ്. PM ശ്രീയിൽ ഒപ്പുവെച്ചാൽ SSK വിഹിതം നൽകാമെന്നായിരുന്നു കേന്ദ്രം ഉറപ്പു നൽകിയത്. മീഡിയ വൺ വാർത്ത മന്ത്രി V ശിവൻകുട്ടിയും സ്ഥിരീകരിച്ചു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാനം ഒപ്പുവെച്ചെങ്കിലും മറ്റ് നടപടികളിലേക്ക് കടക്കേണ്ടെന്ന തീരുമാനത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ്. കേന്ദ്രത്തിന് സമർപ്പിക്കേണ്ട സ്കൂളുകളുടെ പട്ടികയോ പ്രപ്പോസലോ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയിട്ടില്ല. പകരം കഴിഞ്ഞ 2 വർഷമായി തടഞ്ഞുവെച്ച SSK വിഹിതം ആവശ്യപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് കേന്ദ്രത്തിന് വീണ്ടും പ്രപ്പോസൽ സമർപ്പിച്ചു. 971 കോടി രൂപ ആവശ്യപ്പെട്ടാണ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് പ്രപ്പോസൽ നൽകിയത്. മീഡിയ വൺ പുറത്തുവിട്ട വാർത്ത മന്ത്രി V ശിവൻകുട്ടി സ്ഥിരീകരിച്ചു. 390 കോടിയോളം ഇന്ന് വരാൻ സാധ്യതയുണ്ട്. SSKയുടെ ഫണ്ട് എന്ന് പറഞ്ഞു പ്രപ്പോസൽ സമർപ്പിച്ചു. ഫണ്ട് വരാനുള്ള സാധ്യതയുണ്ട്. എനിക്കറിയില്ല. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടാൽ തടഞ്ഞുവെച്ച വിഹിതങ്ങൾ നൽകാമെന്നായിരുന്നു കേന്ദ്രം നിലപാട് അറിയിച്ചത്. MOU ഒപ്പിട്ടതിന് തൊട്ടു പിന്നാലെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി. PM ശ്രീയിൽ ലഭിക്കുന്ന തുകക്കപ്പുറം മറ്റ് വിഹിതങ്ങൾ നേടിയെടുക്കാനാണ് സർക്കാർ നീക്കം. അതേസമയം കേരളം PM ശ്രീയിൽ ഒപ്പിട്ടതോടെ കേരളത്തിനായി പ്രപ്പോസലുകൾ ക്ഷണിച്ചുകൊണ്ടുള്ള പോർട്ടൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഉടൻ തുറക്കും. 2027 മാർച്ചിലാണ് നിലവിലെ PM ശ്രീ പദ്ധതിയുടെ കാലാവധി അവസാനിക്കുന്നത്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനം ആവശ്യപ്പെട്ട തുക അനുവദിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. മീഡിയ വൺ, തിരുവനന്തപുരം.